ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CA, CMS, CS എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന സ്മോൾ കമ്പനി എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചാണ്. ഇതിന്റെ A to Z കാര്യങ്ങൾ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും എല്ലാത്തിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ 2013 ഈ ഒരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. സോ 2 സബ്സെക്ഷൻ 85 അതിനെക്കുറിച്ച് ജനറൽ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. 285 ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ദ കമ്പനീസ് ആക്ട് 2013 ഇൻട്രൊഡക്ഷൻ ചെയ്യപ്പെട്ടത്. എന്തിനു വേണ്ടിയാണ് ഈ ഒരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തത്? കാരണം കമ്പനി, പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്. അതിൻ്റെ അകത്ത് എന്താണ് ഈ സ്മോൾ കമ്പനി എന്ന് പറയുന്നത്? സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു ബെനിഫിറ്റ് കൊടുക്കാൻ വേണ്ടി, ഇപ്പം നമുക്ക് ഓർക്കാം, നമ്മൾ ഒരു ചെറിയ പ്രായത്തിലൊരു കുട്ടീനെ എന്താണ് നല്ലപോലെ നോക്കും. വളർന്നു കഴിയുമ്പോഴോ അവരുടെ ഇഷ്ടപ്രകാരം അവർ പോകും. അപ്പോൾ വളരുന്നോടം വരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യണം. അങ്ങനെ വളർന്നു വരുന്ന കമ്പനി. ഇപ്പോൾ വളർച്ച നമ്മൾ മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ പ്രായത്തിൽ പറയും. ഒരു കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലോ പ്രായമല്ല, പൈസയുടെ കാര്യം നമ്മൾ പറയും. അപ്പോൾ എന്തൊക്കെ പൈസകൾ നമ്മൾ നോക്കണം? To provide the facility of ease of doing business and to reduce the compliance burden for the many companies. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇപ്പോൾ CMA ഒക്കെ ആണെങ്കിൽ MCQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ വരും. ഡെഫിനേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഇത് എപ്പോഴും പ്രൈവറ്റ് ടൈപ്പ് ഓഫ് കമ്പനീസിനാണ് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുക. ഓക്കെ, പ്രൈവറ്റ് ടൈപ്പ് ഓഫ് കമ്പനി. അപ്പോൾ സ്മോൾ കമ്പനിയിൽ 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. 2 ക്രൈറ്റീരിയ. ഈ 2 ക്രൈറ്റീരിയയിൽ ഒന്ന് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, അതേപോലെ തന്നെ ടേൺ ഓവർ മീൻ സെയിൽസ്. ഈ 2 കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഒരു കമ്പനിയുടെ സ്മോൾ കമ്പനിയാണോ അല്ലയോ എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ ഒരുപാട് വളർന്ന കമ്പനി ആയിരിക്കരുത്. അപ്പോൾ ഇവിടെയും പെയ്ഡ് അപ്പിലും ടേൺ ഓവറിലും നമ്മൾ 2 കാര്യം നോക്കാനുണ്ട്. ഒന്ന്, ആക്റ്റിൽ എന്ത് പറയുന്നു, റൂൾസിൽ എന്ത് പറയുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആക്റ്റിലും റൂൾസിലും എന്താണ്. പല മെറ്റീരിയൽസിലും മിസ്റ്റേക്ക് കാര്യങ്ങളൊക്കെ പെട്ട CMA മെറ്റീരിയൽ റെഫർ ചെയ്യുന്നതൊക്കെ നോക്കുക. തെറ്റുകൾ ഒരിക്കലും നമ്മൾ വരുത്തരുത്. മെറ്റീരിയൽ അപ്ഡേറ്റഡ് ആകാത്ത, ഇപ്പോൾ CS ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, മെറ്റീരിയൽ അപ്ഡേറ്റ് ആകാത്ത മെറ്റീരിയൽ നോക്കുന്നവർ ശ്രദ്ധിക്കുക. പെയ്ഡ് അപ്പ് എന്ന് പറയുമ്പോൾ 2013 ആക്ട് വന്നപ്പോൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത് 50 lakh അതിന് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ, അതിനെ ഒരു സ്മോൾ കമ്പനി എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ 2ന്റെ നടുക്ക് ആൻഡ് എന്നൊരു സംഭവം ഉണ്ട്. അതായത് പെയ്ഡ് അപ്പിന്റെ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യണം, ടേൺ ഓവറിന്റെ ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യണം. അതായത് ഡസ് നോട്ട് എക്സീഡ് 50 lakh, അതായത് നോട്ട് മോർ ദാൻ 50 lakh, ടേൺ ഓവർ നോട്ട് മോർ ദാൻ 2 crore. ഓക്കെ, എന്നിട്ട് ആക്ട് വന്ന സമയത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ 50 lakh എന്നുള്ളത് 10 കോടി രൂപ വരെയും ആകാം, 2 crore എന്നുള്ളത് 100 crore വരെയും ആകാം. റൂൾസിനോട് പറഞ്ഞു, കഥ പറയുകയാണെങ്കിൽ ആക്ട് റൂൾസിനോട് പറഞ്ഞു, എടാ ഇപ്പം 50 ലക്ഷമാണ്, നിനക്കത് 10 കോടി വരെയും ആക്കാം, 2 കോടി എന്നുള്ളത് 100 കോടി വരെ ആക്കാം. ഇപ്പോൾ റൂൾസ് എന്ത് ചെയ്തു? റീസെന്റ് അമെൻഡ്മെന്റ് പ്രകാരം ഇത് നോട്ട് മോർ ദാൻ 4 crore എന്നാക്കി. ഇവിടെ ഇതിന് നോട്ട് മോർ ദാൻ 40 crore എന്നാക്കി. അപ്പൊ എന്തായിരുന്നു തുടക്കത്തിൽ ഇത്? ഇപ്പോൾ എന്താണ്? 4 crore വരെ ആക്കി. ഓക്കെ, അപ്പൊ സാർ ഇപ്പോൾ ഒരു കമ്പനിയുടെ ഇപ്പോൾ നമ്മളുടെ ഒരു ബിൻടോം എന്ന് പറഞ്ഞൊരു കമ്പനി നമുക്ക് എടുക്കാം. ഈ കമ്പനിയുടെ പെയ്ഡ് അപ്പ് 1.5 കോടി രൂപ. ഓക്കെ, ആൻഡ് ടേൺ ഓവർ 35 കോടി രൂപ. ആക്ട് നോക്കുവാണെങ്കിൽ 50 ലക്ഷത്തിന് മുകളിലുമാണ് പെയ്ഡ് അപ്പ്, ടേൺ ഓവർ 2 കോടിക്ക് മുകളിലും ആയതുകൊണ്ട് സ്മോൾ കമ്പനി ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റില്ല. എപ്പോഴും എന്തായിരിക്കണം? 50 ലക്ഷമോ, അതാണ് ഈ നോട്ട് മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്താ? 50 ലക്ഷം അതിന് താഴെ. നോട്ട് മോർ ദാൻ 2 crore എന്ന് പറഞ്ഞാൽ 2 കോടിയോ അതിന് താഴെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ? സ്മോൾ കമ്പനി ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ സാറേ ബിൻടോം സ്മോൾ കമ്പനി ആണോ അല്ലയോ? ബിൻടോം സ്മോൾ കമ്പനി തന്നെയാണ്. കറക്റ്റ് എന്താണ്? കാരണം 2025 നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോൾ പെയ്ഡ് അപ്പ് എന്ന് പറയുന്നത് 4 കോടിയോ അതിനോ താഴെയാണെങ്കിൽ സ്മോൾ കമ്പനിയുടെ ഫസ്റ്റ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തു. സോ ദിസ് ഈസ് ഡൺ.
ഇനി നിങ്ങളുടെ ടേൺ ഓവർ എന്ന് പറയുന്നത് 40 കോടിയോ അതിന് താഴെയാണെങ്കിലോ? കറക്റ്റ് ആണ്. ഇപ്പൊ 2 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്തതുകൊണ്ട് ബിൻടോം എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്മോൾ കമ്പനി ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു. ഇനി കുറേ കാര്യങ്ങൾ ഡിക്കോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സ്മോൾ കമ്പനിയുടെ കാര്യം നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള ഡൗട്ടും ഇനി വരരുത്. ഓക്കെ, ക്ലിയർ? സോറി, യെസ്. അപ്പോൾ ഇവിടെ വായിക്കാം. ഇറ്റ് മീൻസ് എ കമ്പനി അതർ ദാൻ എ പബ്ലിക് കമ്പനി. സോ ഇറ്റ് ഷുഡ് ബി എ പ്രൈവറ്റ് കമ്പനി. A paid up share capital which does not exceed 50 lakh. But does not exceed എന്ന് പറയുമ്പോൾ എന്താണ്? 50 ലക്ഷം അതിന് താഴെ വേണം എന്നാണ് അർത്ഥം. ഇവിടെ കണ്ടോ, such higher amount as may be prescribed. അപ്പോൾ ഈ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാലാണ് റൂൾസ് കേട്ടോ. റൂൾസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ റൂൾസ്, സച്ച് ഹയർ എമൗണ്ട്. അപ്പോൾ നാളെ റൂൾസിന് ഇത് 40 ലക്ഷമാക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഹയർ എമൗണ്ട് ആക്കാം. എവിടം വരെ? 10 crore rupees. ആൻഡ് അപ്പോൾ രണ്ടിൻ്റെ നടുക്ക് എന്താ? ആൻഡ് ആണ്. 2 ക്രൈറ്റീരിയയും ഫുൾഫിൽ ചെയ്യണം. നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ടേൺ ഓവർ. ഈ ടേൺ ഓവർ എവിടെ കിട്ടുക? കഴിഞ്ഞ വർഷത്തെ. ഒരു വർഷം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി, അപ്പോൾ 2024-25 ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു കമ്പനിനെ സ്മോൾ കമ്പനി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ 2023-24 ഈ ക്രൈറ്റീരിയ. ഏത് ക്രൈറ്റീരിയ? does not exceed 2 crore rupees. such higher amount. അപ്പോൾ 2 crore മുകളിലാക്കാം. എവിടം വരെയും? 100 കോടി വരെ. അത് അമെൻമെന്റ് റൂൾസ് 2022 എവിടം വരെ ആക്കിയിട്ടുണ്ട്? 4 കോടിയും 40 കോടിയും ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ അത് 2 കോടിയും 20 കോടിയാണെങ്കിൽ തിരുത്തുക. അത് ഇതിനേക്കാളും തൊട്ട് മുമ്പ് വന്ന അമെൻമെന്റ് ആണ്. അപ്പോൾ സാറേ ആൻസർ എഴുതുമ്പോൾ ഞാൻ എന്തൊക്കെ എഴുതണം? യു ഹാവ് ടു റൈറ്റ് this and this. ഇത് രണ്ടും എഴുതുമ്പോഴേ നമുക്ക് എന്താവുകയുള്ളൂ? അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ഓർത്ത് വെക്കാം. യെസ്, ഓക്കെ. ഇനി ഇത് ഫസ്റ്റ് ക്രൈറ്റീരിയ. അപ്പോൾ ഈ ക്രൈറ്റീരിയയുടെ മേളിൽ നമുക്ക് എന്താണ്? ഇനി ഒന്നും കൂടെ നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ പെയ്ഡപ്പും ടേൺ ഓവറും വർക്കൗട്ട് ചെയ്യുമ്പോൾ പെയ്ഡപ്പ് 4 കോടി, ടേൺ ഓവർ 40 കോടി. സ്മോൾ കമ്പനിയാണോ? സ്മോൾ കമ്പനിയാണ്. നെക്സ്റ്റ്, ഇത് 4 കോടി, ഇത് 45 കോടി ആണോ? അല്ല. കാരണം എന്താണ്? ആൻഡ് എന്ന് പറയുമ്പോൾ 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണം. ഇവിടെ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുള്ളൂ. ഇവിടെ 4.5 കോടി ആൻഡ് 34 കോടി. അല്ല, ഇത് ഓവർ എക്സീഡ് ചെയ്തു. ക്ലിയർ ആണോ? ഇത് ഒരു സെറ്റ് ക്ലിയർ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് കമ്പനീസിന് ഒരിക്കലും സ്മോൾ കമ്പനി ബെനിഫിറ്റ് കിട്ടില്ല. അതായത് ഇപ്പോൾ ബിൻടോം എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് തൻ്റെ പെയ്ഡപ്പും ടേൺ ഓവറും നോക്കുമ്പോൾ ബിൻടോമിൻ്റെ പെയ്ഡപ്പ് 3.5 കോടി, ടേൺ ഓവർ 34 കോടി. ഈ 2 ക്രൈറ്റീരിയ നോക്കുക. സാറേ സ്മോൾ കമ്പനിയാണ്. ഓക്കെ, സംശയമൊന്നുമില്ല. ഈ ബിൻടോം എന്ന് പറയുന്നത് XYZൻ്റെ സബ്സിഡിയറി കമ്പനിയാണ്. അതായത് XYZ ബിൻടോമിൻ്റെ 60% ഷെയർസ് ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ബിൻടോം ആരായി? സബ്സിഡിയറി കമ്പനിയായി. XYZ ആരായി? ഹോൾഡിംഗ് കമ്പനിയായി. അപ്പോൾ ബിൻടോമിന് ഈ ബെനിഫിറ്റ് കിട്ടില്ല. ഇനി XYZ ആണ് ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്നെങ്കിലും XYZന് കിട്ടില്ല. പബ്ലിക് കമ്പനി നോട്ട് ഡയറക്റ്റ്ലി പറയുന്നത്. സെക്ഷൻ 8 കമ്പനി, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ കിട്ടില്ല. ഇനി a company that is governed by any special act. സ്പെഷ്യൽ ആക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ LIC സ്പെഷ്യൽ ആക്ട് ഉണ്ട്, ഇൻഷുറൻസ് ആക്ട്, ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഉണ്ട്. ഈ ആക്ടുകളെല്ലാം തന്നെ ഉണ്ട്. ഇനി സ്മോൾ കമ്പനിക്ക് MGT 7A എന്ത് ചെയ്താൽ മതി? ആനുവൽ റിട്ടേൺ പ്രിപ്പയർ ചെയ്താൽ മതി. ആനുവൽ റിട്ടേൺ 92 പ്രിപ്പയർ ചെയ്താൽ മതി. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് എന്താണ് സ്മോൾ കമ്പനിയുടെ കാര്യത്തിൽ പറയുന്നത്. ഇനി സ്മോൾ കമ്പനിയുടെ കാര്യത്തിൽ കുറച്ച് എക്സാമ്പിൾ നോക്കുമ്പോൾ ഉണ്ടോ? പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 lakh, ടേൺ ഓവർ 2 crore. പെയ്ഡ് അപ്പ് 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്ത് സ്മോൾ കമ്പനിയാണ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 3.5 crore, ടേൺ ഓവർ 38 crore. SSS. പെയ്ഡ് അപ്പ് 4 SSS. ഇനി പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 crore. നോ. പെയ്ഡ് അപ്പ് കൂടിപ്പോയി. ഒരു നോയും ഒരു എസ് വന്നാൽ നോ തന്നെയാണ്. നെക്സ്റ്റ്, പെയ്ഡ് അപ്പ് കുറവാണ്, ഈ ടേൺ ഓവർ നോ ആണ്. സോ ഇറ്റ് ഈസ് നോ. അപ്പോൾ ക്ലിയർ ആയോ? ഇവിടം വരെയും ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. ഇനി സ്മോൾ കമ്പനിയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആനുവൽ റിട്ടേണിൻ്റെ കോൺസെപ്റ്റിൽ നോർമലി
ആനുവൽ റിട്ടേണിൽ സൈൻ ചെയ്യേണ്ടത് എപ്പോഴും ആനുവൽ റിട്ടേണിൽ സൈൻ ചെയ്യേണ്ടത് ഡയറക്ടേഴ്സ് പ്ലസ് CS. ഇഫ് there is no CS, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറി ആണ്. പക്ഷേ സ്മോൾ കമ്പനിയിൽ ഡയറക്ടർ പ്ലസ് CS തന്നെയാണ്. ഒരു പക്ഷേ CS ഇല്ലെങ്കിൽ PCS വേണ്ട, ഡയറക്ടർ തനിയെ സൈൻ ചെയ്താൽ മതി. ഇങ്ങനത്തെ ഒരുപാട് ബെനിഫിറ്റ്സ് എന്താണ് സ്മോൾ കമ്പനീസിനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്മോൾ കമ്പനിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ CA/CMയുടെ റെക്കോർഡ് ക്ലാസ്സസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ നോട്ട്സും കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേറെ ആരെങ്കിലും ഈ കോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ടോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലൂടെ ചോദിക്കുക, അല്ലെങ്കിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ട് അവർക്ക് ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് നമുക്കൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.